ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ക്രാഫ്റ്റ്സ് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ സൈഡിൽ 5 ഇഞ്ചും മറ്റേ സൈഡിൽ 10 ഇഞ്ചുമാണ് തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണിയെ നടുവേ മടക്കി കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ നടുവേ മടക്കി കൊടുത്തു. ഈ 2 സൈഡും വേണമെങ്കിൽ നമുക്കൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ. 2 സൈഡിലും ഒരു അല്പം വക്കടിക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ആദ്യം നമ്മൾ നടുഭാഗം മടക്കി കൊടുത്തു, പിന്നെ അതിൻ്റെ പകുതി വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം ഈ തുണിയെ. ഇനി നമുക്ക് ഈ സൈഡൊന്ന് അടിച്ചു കൊടുക്കാൻ. 2 സൈഡ് നമ്മൾ ഓപ്പണായിട്ട് എടുക്കുന്ന 2 സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് വക്കടിക്കുന്നത് പോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പകുതിക്ക് മടക്കി വെച്ചത് ഇതുപോലെ ആദ്യം മടക്കിയതുപോലെ തന്നെ നമ്മളതൊന്ന് മടക്കി വെക്കുകയാണ്. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ മുതൽ അടിച്ചു കൊടുക്കാം. അതായത് ഓപ്പൺ സൈഡാണല്ലോ ഇവിടെയല്ലോ, 4 ഭാഗവും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ നടുഭാഗം മാത്രം ഓപ്പൺ ആക്കി ഇടുക. കണ്ടോ, ഇതേപോലെ. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ആ നടുഭാഗം മാത്രം നമ്മൾ അടിച്ചിട്ടില്ല, ബാക്കി 4 ഭാഗവും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ നമ്മളത് അടിച്ച് എല്ലാം തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ കുഷ്യൻ കവറൊക്കെ തയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇതും തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഇങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പോഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ സ്പോഞ്ച് നമുക്കിതിലൊന്ന് നിറച്ച് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത് സ്പോഞ്ച് ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ തുണി കഷ്ണങ്ങളില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തുന്നിയ ചെറിയ വെട്ട് പീസുകളൊക്കെ ഇല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇടാൻ പോകുന്നത് കുറച്ച് സ്പോഞ്ചാണ് എടുത്തിരുന്നത്. ഇത് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത് കോട്ടൺ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇത് നിറച്ച് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് നിറച്ച് വയ്ക്കുക. ഇതുപോലെ നമുക്ക് സ്പോഞ്ചോ തുണിയോ കോട്ടണോ എന്താണെന്ന് വെച്ചാൽ അത് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓപ്പൺ സൈഡ് നമുക്ക് ഒരു സൂചിയും നൂലും എടുത്തിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാം. അത് ഇങ്ങനെ തുറന്ന് വരാതിരിക്കാനും വേണ്ടി അത് നമുക്കൊന്ന് തുന്നി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ ഒരു കുഞ്ഞി കുഷ്യൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ നേരം ഇതുപോലത്തെ പിന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ പിന്നുകൾ ഇങ്ങനെ പലയിടത്തുനിന്ന് നമുക്കിങ്ങനെ എടുക്കുന്നതിനേക്കാളും നമുക്കൊരു കുഷ്യൻ ഉണ്ടാക്കി ഇതിലേക്ക് ആ പിന്നുകളൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. നമ്മുടെ തയ്യൽ മെഷീൻ്റെ അടുത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ലുക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഓരോ പിന്ന് എടുക്കുകയും ചെയ്യാം. നമ്മൾ സാധാരണ പിന്നുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിടുമല്ലോ, പിന്നെ നോക്കുന്ന സമയത്തൊന്നും കിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മെഷീൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓരോ പിന്നെടുത്തിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് എടുത്തുപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് പിൻകുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ലതാണ്. നമുക്ക് തയ്ക്കുന്ന സമയത്ത് അത് നമ്മുടെ അടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ക്രാഫ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ അടുത്തൊരു നല്ല ക്രാഫ്റ്റുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.